നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ പുലി, അർലേക്കറാണ് പുപ്പുലി. ഇപ്പോഴിതാ CPM-നെ അറഞ്ചം പുറഞ്ചം തീർക്കുന്ന രാജ്ഭവനെയാണ് നമ്മൾ കാണുന്നത്. കേരള യൂണിവേഴ്സിറ്റി തങ്ങളുടെ ഉള്ളം കയ്യിലാണെന്ന് കരുതിയവർക്ക് തെറ്റി. ട്രേഡ് യൂണിയനിസം അങ്ങ് കേരള യൂണിവേഴ്സിറ്റിയിൽ വേണ്ട എന്ന് രാജ്ഭവൻ പറയുന്നു. കളിക്കാനറിയാവുന്നവർ കളത്തിലിറങ്ങിയപ്പോൾ പിണറായി വിജയനും CPM-ഉം ഒക്കെ പരുങ്ങുന്നു. അതുകൊണ്ട് തന്നെ CPM-ന്റെ ഗർവും അഹങ്കാരവും തകർന്നടിയുന്ന കാഴ്ചയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കാണുന്നത്. ഭാരതാംബ വിവാദം ഇപ്പോൾ CPM-നെതിരെ ആഞ്ഞുകുത്തുന്ന കാഴ്ച. യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പ്രോഗ്രാം, ഭാരതാംബയുടെ ചിത്രം വെച്ചു എന്നതിൻ്റെ പേരിൽ ആ പ്രോഗ്രാം റദ്ദാക്കിയ രജിസ്ട്രാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകുന്ന രാജ്ഭവൻ. തുടർന്ന് വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഷൻ പിൻവലിക്കാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ഓടിയ രജിസ്ട്രാർക്ക് അവിടെ നിന്ന് കനത്ത തിരിച്ചടി ലഭിക്കുന്നു. തുടർന്ന് സർക്കാരും രജിസ്ട്രാറും CPM-ഉം ഗൂഢാലോചന നടത്തി അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുന്നു. സിൻഡിക്കേറ്റ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് താൽക്കാലിക VC ചുമതലയുള്ള സിസ തോമസ്. എന്നാൽ ഇത്തരമൊരു യോഗ നടപടികളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് യോഗം തന്നെ പിരിച്ചുവിട്ടു എന്നറിയിച്ചുകൊണ്ട് സിസ തോമസ് യോഗ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. വൈസ് ചാൻസലർ പുറത്തുപോയതിന് തൊട്ടു പിന്നാലെ സിൻഡിക്കേറ്റ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കുന്നു. അങ്ങേയറ്റം വിചിത്രവും ധാർഷ്ട്യവും നിറഞ്ഞ നടപടികളാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കണ്ടത്. എന്നാൽ നട്ടെല്ലുള്ള വൈസ് ചാൻസലർക്ക് മുന്നിൽ ഇപ്പോൾ മുട്ടുകാലിടിക്കുകയാണ് CPM-ന്റെ. ഏറ്റവും ഒടുവിൽ ശക്തമായ നടപടികളുമായി വൈസ് ചാൻസലർ സിസ തോമസ് രംഗത്തെത്തി. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ ബുധനാഴ്ച മാത്രമേ റഷ്യൻ പര്യടനം കഴിഞ്ഞ് മടങ്ങിയെത്തൂ. താൽക്കാലിക ചുമതലയുള്ള സിസ തോമസ് രണ്ടും കൽപ്പിച്ച് നീങ്ങുന്നു. മറുവശത്ത് രാജ്ഭവൻ കനത്ത നടപടികളുമായി മുന്നോട്ടു പോകുന്ന കാഴ്ച. സിൻഡിക്കേറ്റിനെ തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ രാജ്ഭവൻ. എന്തു വന്നാലും വിട്ടുകൊടുക്കില്ല എന്ന നിലപാടാണ് ഗവർണറുടേത്. കേരള സർവകലാശാലയിൽ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തെ സംബന്ധിച്ച സമഗ്ര റിപ്പോർട്ട് ഗവർണർ തേടിയിരിക്കുന്നു. രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയോ, അദ്ദേഹം ചുമതലയേറ്റോ തുടങ്ങിയ കാര്യങ്ങളാണ് ഗവർണർ തിരക്കിയിരിക്കുന്നത്. മറുവശത്ത് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് തൻ്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയ സാഹചര്യമുള്ളതുകൊണ്ട് രജിസ്ട്രാർ കേരള ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കാൻ അപേക്ഷ നൽകിയിരിക്കുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് ഇനിയും കനത്ത തിരിച്ചടി രജിസ്ട്രാർക്കും CPM-നും കിട്ടും എന്നുറപ്പാണ്. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിയത് നിയമവിരുദ്ധമാണെന്ന നിലപാടാണ് വൈസ് ചാൻസലർക്ക്. ഇതനുസരിച്ചുള്ള റിപ്പോർട്ട് രാജ്ഭവൻ ഇന്ന് കൈമാറും. കേരള ഹൈക്കോടതി സസ്പെൻഷൻ വിഷയം പരിഗണിക്കുന്നത് ഇടതുപക്ഷത്തെ വീണ്ടും പരിഭ്രാന്തിയിലാഴ്ത്തുന്നു. ഇതിനിടയിൽ നാടകീയമായ സംഭവ വികാസങ്ങൾക്കാണ് കേരള യൂണിവേഴ്സിറ്റി സാക്ഷ്യം വഹിക്കുന്നത്. പുതിയ രജിസ്ട്രാറുടെ ചുമതല മിനി കാപ്പന് നൽകി വൈസ് ചാൻസലർ ഉത്തരവിട്ടു. ഇപ്പോഴിതാ ഫലത്തിൽ 2 രജിസ്ട്രാർമാരാണ് കേരള യൂണിവേഴ്സിറ്റിയിലെത്തിയിരിക്കുന്നത്. സസ്പെൻഷനിലായ രജിസ്ട്രാർ KS അനിൽകുമാറിന് പകരം ചുമതല നൽകിയിരുന്ന ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. എല്ലാം CPM-ന്റെ കളികളാണ്. സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ KS അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിലെത്തി ചാർജ് എടുത്തിരുന്നു. KS അനിൽകുമാർ രജിസ്ട്രാറുടെ ചുമതലയിൽ എങ്ങനെ തിരികെ എത്തി എന്നതിൽ വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് വൈസ് ചാൻസലറുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ റിപ്പോർട്ട് സമർപ്പിക്കാതെയാണ് ഹരികുമാർ പെട്ടെന്ന് അവധിയെടുത്ത് മുങ്ങിക്കളഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ പുതിയ രജിസ്ട്രാറായി മിനി കാപ്പനെ വൈസ് ചാൻസലർ നിയോഗിച്ചു. ഇതോടെ ഇവർ ചുമതല ഏറ്റെടുക്കാതിരിക്കാനായി അധ്യാപക സംഘടനകൾ രജിസ്ട്രാറുടെ മുറിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ഏറ്റവും ഹീനമായ നടപടികളാണ് ഇപ്പോൾ ട്രേഡ് യൂണിയനിസത്തിൻ്റെ പേരിൽ അവിടെ അരങ്ങേറുന്നത്. പുതിയ ജോയിന്റ് രജിസ്ട്രാറായി ഹേമ ആനന്ദിനെ വൈസ് ചാൻസലർ നിയമിച്ചു. അവധിയിൽ പോയ ജോയിന്റ് രജിസ്ട്രാറെ ചുമതലകളിൽ നിന്ന് വൈസ് ചാൻസലർ നീക്കം ചെയ്തു. രജിസ്ട്രാറുടെയും VC-യുടെയും മുറികൾക്ക് മുന്നിൽ പോലീസ് കാവലേർപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അനാസ്ഥ സംഭവിക്കുകയാണെങ്കിൽ കേന്ദ്രസേനയെ വിളിക്കുമെന്ന സൂചനകളാണ് രാജ്ഭവനിൽ നിന്ന് പുറത്തുവരുന്നത്. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി എന്ന് സിൻഡിക്കേറ്റും സസ്പെൻഷൻ റദ്ദാക്കിയില്ല എന്ന് വൈസ് ചാൻസലറുടെ അധിക ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസും വ്യക്തമാക്കുന്നു. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷനിൽ ഇപ്പോൾ കേരള സർവകലാശാലയിൽ കനത്ത പോരാണ് നടക്കുന്നത്. സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി അംഗീകരിക്കില്ല എന്ന് വൈസ് ചാൻസലർ വ്യക്തമാക്കി.
യൂണിവേഴ്സിറ്റിയിലെത്തി രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുത്ത അനിൽകുമാറിനെ നോക്കുകുത്തിയാക്കി മറ്റൊരാൾക്ക് രജിസ്ട്രാറുടെ ചുമതല നൽകിയാണ് ഇപ്പോൾ വൈസ് ചാൻസലർ താരമായിരിക്കുന്നത്. ഇതിനിടെ വിസിക്കെതിരെ കടുത്ത പ്രതിഷേധങ്ങളുമായി SFI പ്രവർത്തകർ രംഗത്തുണ്ട്. മോഹൻ കുന്നുമ്മേൽ RSS ഗണവേഷത്തിൽ നിൽക്കുന്ന ചിത്രങ്ങളടങ്ങുന്ന ഫ്ലെക്സ് ബോർഡ് എല്ലായിടത്തും ഉയർത്തി. സിസ തോമസിനെ ഏതുവിധേനയും തടയുമെന്നാണ് SFI വ്യക്തമാക്കിയിരിക്കുന്നത്. VCയുടെ താൽക്കാലിക ചുമതല സിസ തോമസിനെ ഏൽപ്പിച്ചുകൊണ്ട് ഒരാഴ്ച അവധിയെടുത്ത് റഷ്യയിൽ പോയിരിക്കുകയാണിപ്പോൾ മോഹൻ കുന്നുമ്മൽ. ഗവർണർ രാജേന്ദ്ര അർലേക്കർ പങ്കെടുത്ത ചടങ്ങിലുണ്ടായ ഭാരതാംബ വിവാദത്തെ തുടർന്നാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. ഗവർണറോട് അനാദരവ് കാണിച്ചെന്നും സർവകലാശാലയുടെ പ്രതിച്ഛായ മോശപ്പെടുത്തുന്നതിൽ പ്രവർത്തിച്ചെന്നും കുറ്റപ്പെടുത്തി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലാണ് രജിസ്ട്രാറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഏറെ നാടകീയമായ നീക്കങ്ങൾക്കാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി സാക്ഷ്യം വഹിക്കുന്നത്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് അത് സമാനതകളില്ലാത്ത തലത്തിലേക്ക് കടന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.